ഞാൻ ചോദിക്കട്ടെ, എം.വി. ഗോവിന്ദൻ മാഷിന്റെ ജാഥ വരുമ്പോൾ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്, അതിഥി തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതല്ലേ? അല്ലേ? അതെന്ത് പരിപാടിയായിരുന്നു? ഇനി ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പണ്ട് പഠിക്കാൻ പോയ കാലത്ത് റൊട്ടി കഴിച്ചിട്ട പോയെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പൊട്ടിക്കരയിപ്പിക്കാൻ നോക്കിയില്ലേ? അതെന്ത് പരിപാടിയായിരുന്നു? ഇതേ ആൾ തന്നെ നെയ്മീൻ കൂട്ടിയേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത് പഴയ ഒരു CPI മന്ത്രിയാണ്, ഘടകകക്ഷിയുടെ നേതാവാണ്. ഇപ്പോൾ സത്യം പുറത്തു വരല്ലേ? ഇപ്പോൾ വലിയ പഴക്കമൊന്നുമില്ല, പെട്ടെന്ന് വരും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വീട് കയറി പാത്രം കഴുകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെന്ത് പരിപാടിയാണ്? അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പാത്രം കഴുകണ്ടേ? അപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളൂ ആ കൾച്ചർ? ബാക്കി CPM നേതാക്കന്മാരാരും പാത്രം കഴുകാത്തവരാണോ? അപ്പോൾ പാത്രം കഴുകുന്നതും കഴിച്ച പാത്രം കഴുകുന്നതും ഒരു മോശപ്പെട്ട കാര്യമല്ല. അത് പ്രചരണമാക്കുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ലേ? ന്യൂയോർക്കിൽ പോയി വാടകയ്ക്ക് എടുത്ത ഒരു ഇരുമ്പ് കസേരയിൽ ടൈംസ് സ്ക്വയറിൽ പിണറായി വിജയൻ ഇരുത്തിയല്ലോ. നിങ്ങൾ മറ്റേ ബ്രിട്ടനിൽ പോയി മറ്റേ മണിയടിച്ചല്ലോ, മറ്റേ എന്താ കിഫിക്ക് പണ്ടുണ്ടാക്കാനെന്നും പറഞ്ഞിട്ട് പാകാവാത്തൊരു കോട്ട് പിണറായി വിജയനെ കൊണ്ട് ഇടിയിച്ച് ആ മനുഷ്യനെ നാണം കെടുത്തില്ലേ നിങ്ങൾ? അതെന്ത് പരിപാടിയായിരുന്നു? അതിന്റെ പേര് PR എന്നാണോ? അതൊന്നും ആലോചിക്കണം. അമേരിക്ക പോലും കേരളത്തിലേക്ക് വിളിച്ച് കോവിഡിന്റെ സമയത്ത് മാസ്ക് ഉണ്ടോ, PPE കിറ്റ് ഉണ്ടോ, മരുന്നുണ്ടോ, വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്? അന്ന് നിങ്ങൾ കോവിഡിനെ പിടിച്ചു കെട്ടി, നിപ്പയെ പിടിച്ചു കെട്ടി, അമീബിക് മസ്തിഷ്ക ജ്വരം പിടിച്ചു കെട്ടി, വൈറോളജി ലാബ് കൊണ്ടുവന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കോവിഡ് ഉണ്ട്, നിപ്പയുണ്ട്, മസ്തിഷ്ക ജ്വരമുണ്ട്, വൈറോളജി ലാബ് കൊണ്ടുവന്നില്ല. എന്തൊക്കെ തള്ളലായിരുന്നു, എന്തൊക്കെ തള്ളല്! അതിനെയാണ് PR എന്ന് പറയാ. ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാകാത്ത, അവർക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം ചെലവഴിച്ച്, സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രചരണം നടത്തുന്നതിനാണ് PR എന്ന് പറയാം. ഈ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് 14 ജില്ലയിലും കോടിക്കണക്കിന് രൂപ, 10-200ഓളം കോടി രൂപ ചെലവഴിച്ച് നിങ്ങൾ ആഘോഷം നടത്തിയില്ലേ? ആരെങ്കിലും അത് വിശ്വസിച്ചോ? എന്നിട്ട് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ തോറ്റില്ലേ? നമ്പർ 1 തള്ളിക്കൊണ്ടിരിക്കുക. നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് നമ്പർ 1 ആഭ്യന്തര വകുപ്പിന് സമ്മാനം കിട്ടിയെന്ന പിണറായി വിജയൻ അവകാശപ്പെടുന്നത്. ആ നമ്പർ 1 ആഭ്യന്തര വകുപ്പിൽ ഒരു പോലീസുകാരനെ മാളിലിട്ട് SFIക്കാർ പൊതിരെ തല്ലുകയാണ്. എന്നിട്ട് പറയാണ് നമ്പർ 1 ആണ്, നമ്പർ 1 ആണെന്ന്. നമ്പർ 1 ആണെന്ന് നാട്ടുകാർക്ക് തോന്നണ്ടേ? നിങ്ങൾ സ്വയം ഞാനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്ത് സകല മന്ത്രിമാരും സകല വീടുകളും കയറി, അത് മതവും ജാതിയും തിരഞ്ഞ. ക്രിസ്ത്യാനി ആയിട്ടുള്ള മന്ത്രി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ, മുസ്ലിം ആയിട്ടുള്ള മന്ത്രി മുസ്ലിങ്ങളുടെ വീട്ടിൽ, അങ്ങനെ തെരഞ്ഞ് കപ്പ വെന്തോന്നും മീൻ വെന്തോന്നും ചോറ് കഴിക്കാനും ഒക്കെ നടന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ. അത് PR ആണോ? അത് PR ആണെങ്കിൽ ഇതും PR ആണെന്ന് സമ്മതിച്ചെന്നേക്കാം. പോരെ, തർക്കം തീർക്കാമല്ലോ. PR പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെയൊക്കെ പ്രചരണം നടത്തുന്നതല്ലേ? അതിലൊരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ്. വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്.